2016 ഏപ്രിൽ 10 അന്നാണ് ഞാൻ ഈ ശിവനേട്ടൻ്റെ കൂടെ പോയത് കേട്ടോ. അന്ന് മുതലാണ് ഞങ്ങൾ ഈ ജേണി ആരംഭിച്ചത്. അപ്പോൾ ഞങ്ങളുടെ കല്യാണം എന്ന് പറയുമ്പോൾ കല്യാണം കൂടിയവർക്കറിയാം, ഞാൻ തലേന്ന് തുടങ്ങിയ കരച്ചിലായിരുന്നു. അപ്പം ഫോട്ടോസൊക്കെ പറ്റ ബോറാണ്. അപ്പം ഞാൻ അതിൽ കുറച്ച് കൊള്ളാമെന്ന് തോന്നിയ കുറച്ച് ഫോട്ടോസ് മാത്രം അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കല്യാണത്തിൻ്റെ ഒറ്റ ഫോട്ടോസും ഇല്ല, അത് പറ്റ പോക്കായിരുന്നു ഫോട്ടോസൊക്കെ, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങളത് 2 കല്യാണം ഉണ്ടായിരുന്നു. ശിവനേട്ടൻ്റെ പെങ്ങളെ കല്യാണം ഞങ്ങളെ അതേ ദിവസം തന്നെയായിരുന്നു. ഞങ്ങളത് അമ്പലത്തിലും അവളത് വീട്ടിൽ വെച്ചിട്ടുമായിരുന്നു. അപ്പോൾ ഇന്ന് 9ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചത് തലേന്നാണ്, 9ാം തീയതിയാണ് കേട്ടോ. 10ാം തീയതി ശിവനേട്ടന് ലീവ് കിട്ടാത്തതുകൊണ്ട് 9ാം തീയതി മൂപ്പര് നാട്ടിൽ വന്നു. അപ്പോൾ ഞങ്ങളിതാ അമ്പലത്തിലൊക്കെ പോയി. വൈകുന്നേരമായിട്ട് അമ്പലത്തിൽ പോയി. പിന്നെ നേരെ ചെറിയൊരു ഔട്ടിംഗ് ആയിരുന്നു. നമ്മുടെ ബേപ്പൂർ പുളിമൂട്ടിലാണ്. ഞാൻ അവിടെ ഇപ്പം പുതിയ സെറ്റപ്പ് ആക്കിയത് പിന്നെ ഞാൻ പോയിട്ടേ ഇല്ല. പഴയ ആ ഒരു പുളിമൂട്ട് പോയ ഒരു ഓർമ്മയുള്ളൂ. പക്ഷേ ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒന്നും പറയണ്ട, ഏതോ ഗൾഫ് രാജ്യത്തിലെത്തിയ ഒരവസ്ഥയായിരുന്നു കേട്ടോ. രാത്രി പോകണം മെയിനായിട്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി, വേറെ തന്നെ വൈബാണ്. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല, അടിപൊളി. കുറേ നേരം സ്പെൻഡ് ചെയ്താലൊന്നും നമുക്ക് ടൈം പോണത് അറിയില്ല, അത്രയും നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഞങ്ങളവിടെ പോയി കുറേ നേരമൊന്നും സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് പൊതുവേ കേക്ക് മുറിക്കുക, ഒരു പാർട്ടി വെക്കുക, അതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആൾക്കാർ ഞങ്ങൾ. രണ്ടാളും നല്ല മോളും. പിന്നെ എനിക്ക് കേക്ക് മുറിക്കാനൊന്നും തീരെ ഇഷ്ടമില്ല. എനിക്കിതുപോലെ ചെറിയൊരു ഔട്ടിങ്, പിന്നെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കുക, അതാണ് ഞങ്ങൾ എല്ലാ ആനിവേഴ്സറിക്കും അല്ലെങ്കിൽ ഞങ്ങളെ ബർത്ത്ഡേ, ഞങ്ങളെ 2 ബർത്ത്ഡേക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെയാണ് സാധാരണ പോവാറ്, ചെറിയ ഔട്ടിങ്. അതിലാണ് ഞങ്ങൾക്ക് സന്തോഷം. അപ്പോൾ അതുപോലെ ഇതിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 9ാം തീയതി ഉച്ചയ്ക്കാണ് ശിവനേട്ടൻ നാട്ടിലെത്തിയത്. ഇന്ന് നൈറ്റ് തന്നെ ഈ റോഡിലേക്ക് പോകാൻ വേണം. ഞങ്ങളിപ്പോൾ വെക്കേഷനായിട്ട് നാട്ടിൽ തന്നെയാണ്, ഞാനും മക്കളും. അപ്പം ശിവനേട്ടൻ എന്തോ മൂപ്പർക്ക് തോന്നി വന്നു. ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടോ. ആനിവേഴ്സറി ഇപ്രാവശ്യത്തേത് പക്കാ ബോറായിരിക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ എന്തോ മൂപ്പര് വന്നപ്പോൾ അടിപൊളിയായി. ചെറിയൊരു ഔട്ടിങ്, ഒരു ചായ, അറിയാലോ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാ ബീച്ചിൽ പോകണല്ലേ. അപ്പം ബീച്ചിൽ പോയതൊക്കെ നിർബന്ധമാണ്, മസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഗ്രീൻ പീസ് കഴിച്ചു, പിന്നെ കാടമുട്ട, ചായ, അതൊക്കെ കഴിച്ചു. പിന്നെ രാത്രിയത്തെ ഒരു ലുക്കാട്ടോ പുളിമൂടിൻ്റെ. നല്ല തിരക്കുണ്ട്, വെക്കേഷൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ പിന്നെയും പറയാണ്, പുളിമൂട് വേറെ ലെവലായി. ഇനി ചാലിയം പുളിമൂട്ടിലൊന്ന് പോകണമെന്നുണ്ട്. അവിടെ വേറെ തന്നെ ഒരുപാട് ലൈറ്റൊക്കെ കാണുന്നുണ്ട്. അവിടെ പോകാൻ പറ്റിയില്ല, കുറച്ച് നേരം വൈകിപ്പോയി ഞങ്ങൾ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പം ബേപ്പൂർ തന്നെ ഫുള്ളായിട്ട് കണ്ടില്ല. പിന്നെ ഒരു ഐശ്വര്തി അറിയാലോ, ബീച്ചിലെത്തിക്കഴിഞ്ഞാൽ ഐശ്വര്തി കഴിക്കാതെ ആരും പോരില്ല. അങ്ങനെയാണ് ബീച്ചിൻ്റെ വൈബ് ഐശ്വര്യത്തിലാണ് കിടക്കുന്നത്. പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങളതാണെങ്കിലും ടിങ്കിയാണ് കളറാക്കിയത് കേട്ടോ. ടിങ്കിക്ക് ഒരു കുതിര സവാരി, കുതിരേനെ കണ്ടപ്പോഴേ പറയുന്നുണ്ട്. പക്ഷേ വേണോ വേണ്ടയോ എന്നുള്ള ഒരു ടെൻഷനിലായിരുന്നു ഞങ്ങൾ. പിന്നെ ഒന്നും നോക്കിയില്ല, കയറ്റി. പോകുന്ന കണ്ടില്ലേ, അവക്കാണ് ഇന്ന് അടിപൊളിയായത്. ആദ്യമായിട്ടാട്ടോ ടിങ്കി കുതിരപ്പുറത്ത് കയറുന്നത്. ടിങ്കി എന്തായാലും ഹാപ്പിയായി. അവൾക്ക് ഇന്നത്തെ ഈ ഔട്ടിങ് കളറാവുകയും ചെയ്തു. മോനെ ഇതങ്ങനെ ജസ്റ്റ് ഒന്ന് ഇരുത്തി, അവൻ സവാരി ചെയ്തില്ല, ജസ്റ്റ് ഇരുത്തി 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ പുളിമൂട്. ഒരുപാട് സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ശിവനേട്ടൻ ഇന്ന് രാത്രിയത്തെ ട്രെയിൻ തന്നെ തിരിച്ചു പോകണം. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പം പോകുന്ന വഴിക്ക് കണ്ടില്ല ആട്. എപ്പോൾ പുളിമൂട്ട് പോയാലും ആട് അവിടെ കാണാം കേട്ടോ. എങ്ങനെയാണ് അവിടെ വരുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആടിന് എപ്പോൾ പോയാലും പുളിമൂട്ടിൽ ഒരുപാട് ആടുകളുണ്ടായിരുന്നു. അപ്പോൾ പോണേൻ്റെ ഇടയ്ക്ക് ടിങ്കി ഒപ്പിക്കുന്ന കുറച്ച് കുറുമ്പത്തരാട്ടോ അതൊക്കെ. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ആഘോഷമൊക്കെ ഇവിടെ തീർന്നതായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ 9ാമത്തെ ആനിവേഴ്സറി ലീവ് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ തലേന്ന് ആഘോഷിച്ചു. അപ്പം കളറായിട്ടോ, ആനിവേഴ്സറി ഒക്കെ കളറായി. അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ശിവനേട്ടന് എല്ലാ കൊല്ലം ഒരു ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഈ വാച്ചാണ് കൊടുത്തത്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.